IB ACIO ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പം ഇനി ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക, അനലൈസ് ചെയ്യുക, പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഡോട്ട്സ് അക്കാഡമി ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2021 ക്വസ്റ്റ്യൻസ് ആണ്. അതുതന്നെ അതിനകത്ത് സെക്ഷൻ വൈസ് ഇംഗ്ലീഷാണ്. ഇപ്പം നമുക്കറിയാം 4-5 സെക്ഷൻസോളം ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് സെക്ഷൻ്റെ ഒരു ഡിസ്കഷനാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഇംഗ്ലീഷ് സെഷൻ്റെ ഡിസ്കഷൻ ആയിരിക്കും നടത്തുന്നത്. 20 ചോദ്യം 20 വെച്ച് 40 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് IB ACIOയുടെ ഷിഫ്റ്റ് 1 ഫെബ്രുവരി 18 നടന്ന ഷിഫ്റ്റ് 1 2021 നടന്നതാണ്. ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇഡിയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം ഗോ ഡൗൺ ലൈക്ക് എ ലെഡ് ബലൂൺ. സോ ലെഡ് ബലൂൺ പോലെ ഗോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. എന്താണ് അതിൻ്റെ മീനിങ്? ഓപ്ഷൻസ് നോക്കിയാലോ. ടു ബി റെഡി, ടു ഗെറ്റ് അവേ ഫ്രം, ടു എസ്കേപ്പ്, ടു ബി റിസീവ്ഡ് ബാഡ്ലി ബൈ ആൻ ഓഡിയൻസ്, ടു ഗാമ്പിൾ എവറിത്തിങ് യു ഹാവ്. സോ ഇതിനകത്ത് എന്താ പറയുന്നത്, ടു ഗോ ഡൗൺ ലൈക്ക് എ ലെഡ് ബലൂൺ പോലെ ക്രാഷ് ആവുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സോ ആ മീനിങ് വരുന്ന ഒരു അർത്ഥം അല്ലെങ്കിൽ ആ മീനിങ് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന ഇതാണ്. ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ടു ബി റിസീവ്ഡ് ബാഡ്ലി, സോ സംതിങ് ബാഡ് ഇസ് ഹാപ്പനിങ്, എന്തോ മോശപ്പെട്ടത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ടു ബി റിസീവ്ഡ് ബാഡ്ലി ബൈ ആൻ ഓഡിയൻസ്. സോ ഗോ ഡൗൺ ലൈക്ക് എ ലെഡ് ബലൂൺ മീൻസ് സംതിങ് ബാഡ് ഇസ് ഹാപ്പനിങ്, എന്തോ ബാഡ് സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. അടുത്ത നമുക്ക് നോക്കാം. ഈ ഇൻസ്ട്രക്ഷൻ ഒന്നും വായിക്കുന്നില്ല. എന്താ വരുന്നത്? നോ എറർ കറക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സെൻറ്റൻസ് തന്നിട്ടില്ല. പകരം എന്താണ്, അതിനെ 4 ഓപ്ഷൻസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം, ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. നെസസറി മെഷേഴ്സ് ടു കണ്ടെയ്ൻ ദ സ്പ്രെഡ് ഓഫ് ദി വൈറസ്. ഇൻ ദെയർ ഒപ്പീനിയൻ ഇൻ ദി മാറ്റേഴ്സ് ഓഫ് ടേക്കിംഗ് ദ അസംബ്ലി വാസ് ക്ലിയർലി ഡിവൈഡഡ്. നോ എറർ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സെൻറ്റൻസിനെ, ഈ ഒരു ഓപ്ഷനെ നമ്മൾ ആദ്യം ഓപ്ഷൻസിനെല്ലാം തന്നെ നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീനിങ് ഫുൾ സെൻറ്റൻസ് ആക്കിയിട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ അങ്ങനെ ആക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ഇൻ ദെയർ ഒപ്പീനിയൻ എന്ന് പറയുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ പന്തികേടുണ്ട്. ഈവൻ വിത്തൗട്ട് കംപ്ലീറ്റ് നമ്മൾ സെൻറ്റൻസ് ആക്കാതെ തന്നെ ഇതുപോലെയുള്ള എറേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷേ ഈ ഒരു ചോദ്യം നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇൻ ദെയർ ഒപ്പീനിയൻ. ദെയർ എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പം അവിടെ ഒപ്പീനിയൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അവരുടെ ഒപ്പീനിയൻ എന്നായിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൻസർ എന്ന് പറയുന്നത് ഇൻ ദെയർ ഒപ്പീനിയൻ ആണ് വരുന്നത്. സോ ദെയർ ഒപ്പീനിയൻ. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. സോ മീനിങ് ഫുൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. The assembly was clearly divided in their opinion in the matters of taking necessary measures to contain the spread of the virus. So ഇങ്ങനെയാണ് ആ സെൻറ്റൻസ് വരുന്നത്. പക്ഷെ അത്രയും നമുക്ക് സമയമില്ല. കാരണം നമുക്ക് കൺസോളിഡേറ്റ് ആയിട്ടുള്ള സമയമാണ്. അതിൽ ഇംഗ്ലീഷും നമുക്ക് മാത്സും റീസണിങ്ങും GKയും കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്, സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സം പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഹാവ് ബീൻ ജംബിൾഡ് അപ്പ് ആൻഡ് ലേബിൾഡ് PQ RNS. അപ്പോൾ അത് മുഴുവൻ വായിക്കാതെ തന്നെ നമുക്കറിയാം റീഅറേഞ്ച്ഡ് ഫോം എ മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. എന്താ എഴുതിയിരിക്കുന്നത്? ഫോർ ഇറ്റ് വാസ് ബട്ട് എ പൂൾ ഓഫ് ഹോപ്സ് ആൻഡ് നത്തിങ് മോർ. ഹിസ് വേർഡ്സ് ഡിഡ് നോട്ട് ആക്ഷൻ ആൻഡ് എഫേർട്സ് കോയിൻസൈഡ് വിത്ത് ഹിസ് വിച്ച് വെയർ നീഡഡ്. അപ്പോൾ ഇതിൽ നോക്കാം, നമുക്ക് ചിലപ്പം ഈ മുഴുവൻ സെൻറ്റൻസും വായിക്കേണ്ട ആവശ്യം വരില്ല. ഈ പറയുന്ന ഫോർ ഇറ്റ് വാസ് ബട്ട് എ പൂളും വിച്ച് വെയർ നീഡഡും സ്റ്റേബിൾ ആണ്. അതായത് അത് ഫസ്റ്റ് സെൻറ്റൻസും ഇത് ലാസ്റ്റ് സെൻറ്റൻസും ആണെന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പുണ്ട്. സോ ദിസ് ഇസ് ഫസ്റ്റ് ആൻഡ് ദിസ് വൺ ഇസ് ലാസ്റ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് വിച്ച് വെയർ നീഡഡ്. നമുക്കിത് നോക്കാം. വിച്ച് വെയർ നീഡഡ് എന്ന് പറയുമ്പോൾ നത്തിങ് മോർ വിച്ച് വെയർ നീഡഡ് വരാനുള്ള സാധ്യത കുറവാണ്. ആക്ഷൻ ആൻഡ് എഫേർട്സ് വിച്ച് വെയർ നീഡഡ് ആണ് വരാൻ സാധ്യത കൂടുതൽ. സോ 6 അവസാനിക്കണം. 6 അവസാനിക്കുന്ന ഓപ്ഷൻസ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6 അവസാനിക്കുന്ന ഓപ്ഷൻസ് ഏതാണ്? 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ബി എന്തായാലും വരില്ല. ഇനി 3 എണ്ണത്തിൽ നമുക്ക് അടുത്ത നോക്കേണ്ടത് ആദ്യം വരാനുള്ള സാധ്യത ഏതാണ്? ഫോർ ഇറ്റ് വാസ് ബട്ട് എ പൂൾ. ബിക്കോസ് ഫോർ മീൻസ് ഓൾമോസ്റ്റ് ബിക്കോസ് പോലെ. ബിക്കോസ് ഇറ്റ് വാസ് ബട്ട് എ പൂൾ ഓഫ് ഹോപ്സ് ആൻഡ് നത്തിങ് മോർ. ഫോർ ഇറ്റ് വാസ് ബട്ട് എ പൂൾ ഹിസ് വേർഡ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ ഇറ്റ് വാസ് ബട്ട് എ പൂൾ
കോയിൻസൈഡ് വിത്ത് ഹിസ് പറയാൻ പറ്റില്ല. സോ പിയിൽ തുടങ്ങുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസാണ് സാധ്യതയുള്ളത്. ഒന്ന് ഡിയും അടുത്തത് എയുമാണ്. സോ ഫോർ ഇറ്റ് വാസ് ബട്ട് എ പൂൾ ഓഫ് ഹോപ്സ് ആൻഡ് നത്തിങ് മോർ. ഹിസ് വേർഡ്സ് ഡിഡ് നോട്ട് കോയിൻസൈഡ് വിത്ത് ഹിസ് ആക്ഷൻസ് ആൻഡ് എഫേർട്സ് വിച്ച് വെയർ നീഡഡ്. അതായത് അയാളുടെ വേർഡ്സ്, അയാൾ സംസാരിക്കുന്നത് അയാളുടെ എഫേർട്സോ അല്ലെങ്കിൽ അയാളുടെ ആക്ഷനിലോ ഒന്നും കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതായത് അയാളുടെ വാക്കുകൾ ആക്ഷനായിട്ട് മാറുന്നില്ല. ഒരു ഹോപ്പ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ എന്നാണ് ആ സെൻറ്റൻസിൽ വരുന്നത്. അപ്പം ആ രീതിയിൽ വേണം ഇതൊന്ന് നോക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഫോർ ഇറ്റ് വാസ് ബട്ട് എ പൂൾ ഓഫ് ഹോപ്സ് ആൻഡ് നത്തിങ് മോർ. ഹിസ് വേർഡ്സ് ഡിഡ് നോട്ട് കോയിൻസൈഡ്. സോ PQSR ഡിഡ് നോട്ട് കോയിൻസൈഡ് വിത്ത് ആക്ഷൻ ആൻഡ് എഫേർട്സ് വിച്ച് വെയർ നീഡഡ്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ച് റീഡിംഗ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് പലപ്പോഴും എക്സാംസിന്, അത് SSC ആയാലും IB ആയാലും ഒക്കെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പം കുറച്ച് കോംപ്രിഹെൻഷൻ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പമായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും SSC ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. മാത്രമല്ല ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് പരിശോധിച്ചപ്പം കണ്ടത് SSCയിലെ ചില ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എടുത്തിരിക്കുന്നതാണ്. അപ്പം SSC എഴുതുന്നവർ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ ഈ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. കാരണം ഓൾമോസ്റ്റ് സിമിലർ ആണ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും 2021 ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതെല്ലാം നല്ല സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സെലക്ട് ദ വേർഡ് വിച്ച് ക്ലോസ്ലി ഫിറ്റ്സ് ദി ഗിവൺ ഇഡിയം ഓർ ഫ്രേസ്. ഇഡിയം ഓർ ഫ്രേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. അല്ലെ, ഹാച്ച് ചെയ്യുന്നതിന് മുമ്പേ ചിക്കൻസ് നമ്മൾ കൗണ്ട് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത്. അപ്പം ഇതിപ്പം എളുപ്പമുള്ളൊരു ഇഡിയമാണ്. ഇനി നമുക്ക് ആ മീനിങ്, ഈ പറയുന്ന ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ചൂസ് ചെയ്യേ വേണ്ടു. ഓപ്ഷൻസ് സിമിലർ ആണോ എന്നുള്ളത് നോക്കാം. ഗുഡ് തിങ്സ് കം ആഫ്റ്റർ ബാഡ് തിങ്സ്. ടു ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഈസ് കോസിങ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം. ഡു സംതിങ് വിത്തൗട്ട് ഹാവിങ് പ്ലാൻഡ് ബിഫോർ ഹാൻഡ്. ഡോണ്ട് കൗണ്ട് ഓൺ സംതിങ് ഗുഡ് ഹാപ്പനിങ് അൺടിൽ ഇറ്റ് ഈസ് ഹാപ്പൻഡ്. ഇല്ലേ, നമ്മൾ മുട്ട വിരിയിക്കാൻ വെച്ചതേ ഉള്ളൂ, അത് മുട്ട വിരിഞ്ഞ് ഇത്രയാകുമെന്ന് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടും, ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇത്രയൊക്കെ ചിക്കൻ വരും എന്നുള്ളത്. ഇല്ലേ, ദാസന വിജയൻ്റെ പറയുന്ന ആ ഒരു സീൻ പോലെ ഇത്ര ലിറ്റർ പശു പാല് തരുമായിരിക്കും എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ബിഫോർ സംതിങ് ഈസ് റിയലി ഗോയിങ് ടു ഹാപ്പൻ. സോ അങ്ങനെ വരുമ്പോൾ ആൻസർ എന്താ വരുന്നത്? ഡോണ്ട് കൗണ്ട് ഓൺ സംതിങ് ഗുഡ് ഹാപ്പനിങ് അൺടിൽ ഇറ്റ് ഈസ് ഹാപ്പൻഡ്. അപ്പോൾ നടന്നതിന് ശേഷം മാത്രം നമുക്ക് അതൊന്ന് കൗണ്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റൻസ്, ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വളരെ നീളം കൂടിയതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് സമയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. സമയം കിട്ടിയാൽ എല്ലാവരും ചെയ്യും, സമയം ഇല്ലാതിരിക്കുമ്പം ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കണ്ണ് ഓടിച്ച് നോക്കുക. അപ്പോൾ ഇത് 4 വായിക്കുമ്പോൾ തന്നെ കുറച്ച് സമയം നമുക്ക് പോകും. സോ യു ഹാവ് ടു സീ ദറ്റ് യു ഹാവ് ടു പിക്ക് ദി എക്സാക്റ്റ്. തിരക്കിലിടക്ക് നമുക്ക് ഓപ്ഷൻസ് പോലും മാറിപ്പോകാൻ പാടില്ല. സോ ഡോണ്ട് കൗണ്ട് ഓൺ സംതിങ് ഗുഡ് ഹാപ്പനിങ് അൺടിൽ ഇറ്റ് ഇസ് ഹാപ്പൻഡ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും നോ എറർ ആണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ എന്താണ്? ഇഫ് ദ സെൻറ്റൻസ് ഹാസ് നോ എറർ, അഗൈൻ നോ. ഈ സെൻറ്റൻസ് നോ എറർ ആണ്, പക്ഷേ ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് പോലെയാണ് തന്നിരിക്കുന്നത്. സോ ഇൻ വാട്ട് ടേൺഡ് ഔട്ട് ടു ബി ത്രില്ലിംഗ് ഔട്ട് ഓൺ ടോപ്പ് ആൻഡ് വൺ ദ ഗെയിം, നോ എറർ, ഫിനിഷ് ദ ഹോം ടീം ഫൈനലി കെയിം. സോ ഇത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് ഇതിനെ ജംബിൾഡ് അപ്പ് സെൻറ്റൻസിനെ ഒരു നോർമൽ കറക്റ്റ് സെൻറ്റൻസ് ആയിട്ട്, കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് മാറ്റാനുണ്ട്. സോ ഇൻ വാട്ട് ടേൺഡ് ഔട്ട് ടു ബി ത്രില്ലിംഗ് ഫിനിഷ്, ദ ഹോം ടീം ഫൈനലി കെയിം ഔട്ട് ഓൺ ടോപ്പ് ആൻഡ് വൺ ദ ഗെയിം. സോ ഇൻ വാട്ട് ടേൺഡ് ഔട്ട് ടു ബി ത്രില്ലിംഗ് ഫിനിഷ് നമുക്ക് പറയില്ല, അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഇൻ വാട്ട് ടേൺഡ് ഔട്ട് ടു ബി എ ത്രില്ലിംഗ് ഫിനിഷ്, അങ്ങനെ പറയുന്നത്. ഇറ്റ്സ് എ ത്രില്ലിംഗ് ഫിനിഷ്. സോ ഇൻ വാട്ട് ടേൺഡ് ഔട്ട് ടു ബി എ ത്രില്ലിംഗ് ഫിനിഷ്, ദ ഹോം ടീം ഫൈനലി came out on top and won the game. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. സോ നമ്മുടെ ആൻസർ എവിടെയാണ് വരുന്നത്? നോ എറർ അല്ല, എറർ ഉണ്ട്. ഓപ്ഷൻ എയിലാണ് എറർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 words are given out of which only 1 word is spelled correctly. Choose the word with the correct spelling. അപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡൈഡാക്റ്റിക് ഏതാ വരുന്നത്? സോ ദിസ് വൺ ഇസ് ദി ആൻസർ, ഡൈഡാക്റ്റിക്. DIDACTIC ആണ്. സോ സ്പെല്ലിംഗ് നോക്കുക. ഡൈഡ് കേട്ടോ, ഡിഡ് ആണ്, ഡിഡ്, പിന്നെ ആക്ട്, പിന്നെ IC, ഡിഡാക്റ്റിക്. ഓക്കെ, എങ്ങനെ പ്രൊനൗൺസ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് സ്പെല്ലിംഗ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ ഡിഡ്, ആക്ട്, പിന്നെ IC. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡൈഡാക്റ്റിക്. ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ ഇൻറ്റെൻഡിങ് ടു ടീച്ച്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മോറൽ സ്റ്റോറി അല്ലെങ്കിൽ നമ്മളെ മോറൽ സ്റ്റോറി പഠിപ്പിച്ച്
അതിനെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഡൈഡാക്റ്റിക് എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ മോറൽ, ചില സിനിമ അങ്ങനെയുണ്ടല്ലോ, അല്ലെങ്കിൽ ചില ബുക്കുകൾ അങ്ങനെയാണ്, ഇൻറ്റൻഡിങ് ടു ടീച്ച് സംതിങ്, അതിനെയാണ് നമ്മൾ ഡൈഡാക്റ്റിക് എന്ന് പറയുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത്, സം പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഹാവ് ബി ജംബിൾഡ് അപ്പ്. അഗെയിൻ ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റീഅറേഞ്ച് ചെയ്യണം, മീനിങ് ഫുൾ ആണ്, ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. നോക്കിയാലോ, എന്താ പറയുന്നത്? ദ ഗവൺമെൻറ് റിഫോംസ് ഇമ്പോസ്ഡ് ബൈ, എല്ലാം നമുക്ക് സെൻറ്റൻസ് വായിക്കണം എന്നില്ല, നമുക്ക് ആദ്യത്തെ ഒരു പോർഷൻ മാത്രം വായിച്ചാൽ മതി. ദ ഗവൺമെൻറ് റിഫോംസ് ഇമ്പോസ്ഡ് ബൈ സീരീസ് ഓഫ് മേജർ സോഷ്യൽ പൊളിറ്റിക്കൽ ലീഗൽ, സാധ്യതയില്ല. ഇമ്പോസ്ഡ് ബൈ ദ ഗ്രേറ്റ് റിഫോംസ് ബൈ ഹിസ്റ്റോറിയൻസ് വരില്ല, അത് തെറ്റാണ്, അങ്ങനെ വരില്ല. ഇമ്പോസ്ഡ് ബൈ ഗവൺമെൻറ് റിഫോംസ് വരാൻ സാധ്യത തീരെയില്ല. പിന്നെ എന്താ ഉള്ളത്? ദ ഗവൺമെൻറ് റിഫോംസ് ഇമ്പോസ്ഡ് ബൈ ആരാണ്? സാർ അലക്സാണ്ടർ ടു ഓഫ് റഷ്യ, ഓഫൻ കോൾഡ് എന്താണ്? ആ ഗവൺമെൻറ് റിഫോംസിനെ ഓഫൻ എന്താ പറയുന്നത്? ദ ഗ്രേറ്റ് റിഫോംസ് ബൈ ഹിസ്റ്റോറിയൻസ്. സോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്, എസ്സും ക്യൂവുമാണ് വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളത്. എസ്സും ക്യൂവും. സോ എസ്സും ക്യൂവും വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, എസ്സും ക്യൂവും. ഒരെണ്ണം എസ്സിൽ തുടങ്ങുന്നുണ്ട്, ബി, പക്ഷെ അത് നമുക്ക് ഓപ്ഷൻ വരാൻ സാധ്യത കുറവാണ്. കാരണം എസ്സും ക്യൂ ആണ് ചാൻസ് കൂടുതലുള്ളത്. അതിൻ്റെ റീസൺ ഇതാണ്. ഇത് വായിച്ചു നോക്കിയാൽ, ഫസ്റ്റ് പോർഷൻ വായിച്ചു നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മുഴുവൻ സെൻറ്റൻസ് വായിക്കാനുള്ള സമയമില്ല. അതേപോലെ തന്നെ സീരീസിന് മുമ്പിൽ എ വേണം, അത് നിർബന്ധമാണ്. സീരീസിന് മുമ്പിൽ എ വരണമെങ്കിൽ ക്യൂ കഴിഞ്ഞതിന് ശേഷം പി വരണം. സോ ക്യൂ കഴിഞ്ഞിട്ട് പി വരുന്നുമുണ്ട്. സോ ഇതൊന്ന് ഈ SQPR ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കിയാൽ നോർമലി കറക്റ്റ് ആയിരിക്കും. നമുക്ക് ഈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് ഭയങ്കര സംശയമായിരിക്കും, ഞാൻ ചെയ്തത് ശരിയാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രാക്ടീസ് വേണം എന്ന് പറയുന്നത്. ഈ എക്സാം സമയത്ത് നമ്മൾ ആദ്യം ഓപ്ഷൻ ഇട്ടത്, നമ്മൾ ആദ്യം ചൂസ് ചെയ്ത ഓപ്ഷൻ ശരിയാണോ എന്ന് നമുക്ക് വീണ്ടും ആ സംശയം വരുന്നത് എപ്പോഴും പ്രാക്ടീസിൻ്റെ കുറവാണെന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ അത് നമ്മുടെ സംശയത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, അത് പ്രാക്ടീസിൻ്റെ കുറവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജനറലി ഇത് കറക്റ്റ് ആയിരിക്കണം. നമുക്കൊന്ന് നോക്കാം. ദ ഗവൺമെൻറ് റിഫോംസ് ഇമ്പോസ്ഡ് ബൈ സാർ അലക്സാണ്ടർ ടു ഓഫ് റഷ്യ, ഓഫൻ കോൾഡ് ദ ഗ്രേറ്റ് റിഫോംസ് ബൈ ഹിസ്റ്റോറിയൻസ്, were a series of major social, political, legal and governmental reforms in the Russian Empire carried out in the 1860s. അപ്പോൾ ഇത് രണ്ടും സ്റ്റേബിൾ ആണ്. ഇത് രണ്ടും സ്റ്റേബിൾ ആണെന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഈ പറയുന്ന ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമാണ്. ഈ പറയുന്ന ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക, സീരീസിന് മുമ്പിൽ എ വേണം എന്നുള്ളത് ഒരു ജനറലി നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് പോകാവുന്നതാണ്. സോ ഐ തിങ്ക് അതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ എന്ന് പറയുന്നത് SQPR ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് 8th ക്വസ്റ്റ്യൻ? എന്താ വരുന്നത്? ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അഗെയിൻ എറർ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ദിസ് ടൈം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ ആശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അവർ സെന്റൻസ് തന്നിട്ടുണ്ട്, ആ സെന്റൻസിലെ ചില പോർഷൻസിലാണ് എറർ പറഞ്ഞിരിക്കുന്നത്. സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. ഐ ന്യൂ ദാറ്റ് അപർണ വാസ് സ്പീക്കിംഗ് ദ ട്രൂത്ത് ആൻഡ് ഡിസൈഡഡ് ടു സ്റ്റാൻഡ് ബിസൈഡ്സ് ഹെർ ഡ്യൂറിങ് ദ ട്രയൽ. ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു ബേസിക് എറർ ഉണ്ട്. എന്താണ് ആ ബേസിക് എറർ? ബിസൈഡ്സ് എന്ന് പറയുന്നത് അഡീഷണൽ എന്നാണ്. അപ്പം അതേസമയം അഡീഷണൽ എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പകരം എന്താണ്? ഡിസൈഡഡ് ടു സ്റ്റാൻഡ് ബിസൈഡ് ഹെർ, പുള്ളിക്കാരിയുടെ അടുത്ത് നിൽക്കാൻ, ട്രയലിൻ്റെ സമയത്ത് അടുത്ത് നിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് എന്തായിരിക്കണം? ബിസൈഡ്സ് അല്ല, പകരം എന്താ വരുന്നത്? ബിസൈഡ്. സോ ബൈ ദ സൈഡ് ഓഫ്. ബിസൈഡ് എന്ന് പറയുന്നത് എന്താണ്? ബൈ ദ സൈഡ് ഓഫ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അഡീഷണൽ, എക്സ്ട്രാ എന്നാണ് വരുന്നത്. സോ ഈ ഒരു എസ് ഒന്ന് കൂടിപ്പോയി, അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. എസ് കൂടിപ്പോയപ്പോൾ മീനിങ് മാറി. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഐ ന്യൂ ദാറ്റ് അപർണ വാസ് സ്പീക്കിംഗ് ദ ട്രൂത്ത് ആൻഡ് ഡിസൈഡഡ് ടു സ്റ്റാൻഡ് ബിസൈഡ് ഹെർ, ബൈ ദ സൈഡ് ഓഫ് ഹെർ during the trial. Now 9th ചോദ്യം നമുക്ക് നോക്കിയാലോ. Select the antonym that is opposite in meaning. Select the word that is opposite in meaning, antonym, to the word given below. So എന്താണ് ആ വേർഡ് എന്ന് പറയുന്നത്? ameliorate. Now ameliorate എന്ന് പറയുന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് നോക്കുക കേട്ടോ. ameliorate എന്ന് പറയുന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് നോക്കുക. ഇതേ വേർഡ് നമുക്ക് സ്പെല്ലിംഗ് കറക്ഷനിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ameliorate-ന്റെ മീനിങ് എന്താണ്? ameliorate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്? മേക്ക് സംതിങ് ബെറ്റർ, ഇംപ്രൂവ് ചെയ്യുക, മേക്ക് ബെറ്റർ, അതൊക്കെയാണ് ameliorate എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ക്വസ്റ്റ്യനും വായിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് എക്സാമിൻ്റെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആൻ്റണിയും ചോദിച്ചിട്ടുണ്ടാവും, നമ്മൾ സിനോണിം ആയിരിക്കും ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. അപ്പം അതും ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് ഇൻ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഓപ്പോസിറ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട്. സോ മേക്ക് ബെറ്റർ എന്ന് പറയുമ്പോൾ അത് റിലീവ് അതിൻ്റെ നമുക്ക് സിനോണിം ആയിട്ട് എടുക്കാം. ഓപ്ഷൻ ആൻസർ എന്തായിരിക്കും വരുന്നത്, വേഴ്സൺ, മോശമാക്കുക എന്നുള്ളതാണ് അല്ലേ. ഇതിൽ നമുക്ക് വേറെ വേർഡ്സ് ഒന്നും അറിയില്ലെങ്കിലും വേഴ്സൺ എന്ന് പറയുന്ന വേർഡ് ഒരു കോമൺ വേർഡാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. എന്നാൽ റിട്രീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ റിട്രീവ് എന്ന് പറയുന്നത്? തിരിച്ചെടുക്കുക എന്നുള്ളതാണ് റിട്രീവ് എന്ന് പറയുന്നത്. സോ യു ഗെറ്റ് ബാക്ക്, റിട്രീവ് എന്ന് പറയുന്നത് ഗെറ്റ് ബാക്ക് ആണ് റിട്രീവ്. ആൻഡ് സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വോട്ട് യു മീൻ ബൈ സ്റ്റാർട്ടിൽ? ഞെട്ടുക ഇല്ല. ഇപ്പോൾ ഒരാൾ ഡോറിൻ്റെ ബാക്കിലുണ്ട്, നമ്മൾ അറിയുന്നില്ല, പെട്ടെന്ന് വന്നിട്ട് നമ്മളൊന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് സ്റ്റാർട്ടിൽഡ്. സോ അതാണ് ഞെട്ടുക എന്നുള്ളതാണ് സ്റ്റാർട്ടിൽ എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ട് തന്നെയാണ് സ്പെല്ലിംഗ് വരുന്നത്, അതിൻ്റെ കൂടെ ഒരു എല്ലിയും കൂടി അങ്ങ് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ റിലീവിൻ്റെ സ്പെല്ലിങ്ങും കൂടി ശ്രദ്ധിക്കുക. ഈ ഐ വരുന്ന ബിലീവ്, റിസീവ്, റിലീവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ഒക്കെ മാറിപ്പോകാം. റിട്രീവിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, സ്പെല്ലിങ്ങും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ആ ഓപ്ഷൻസിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു പോവുക. അല്ലാതെ അമിലിയറേറ്റ് എന്ന് പറയുന്ന ഒറ്റ വേർഡിൻ്റെ മീനിങ് അല്ല നമ്മളിവിടെ പഠിച്ചു പോകേണ്ടത്. അമിലിയറേറ്റ് പഠിക്കണം, റിട്രീവും അതേപോലെ റിലീവ്, വേഴ്സൺ, സ്റ്റാർട്ടിൽ ഒക്കെ തന്നെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് 5 വേർഡ്സ്. ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 5 വേർഡ്സാണ് പഠിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താ വന്നിരിക്കുന്നത്? സെലക്ട് ദ വേർഡ് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓർ റീപ്ലേസസ് ദി ബ്രാക്കറ്റഡ് വേർഡ്. സോ ബ്രാക്കറ്റഡ് വേർഡിനെ റീപ്ലേസ് ചെയ്യുന്നത് സെഗ്മെൻറ്റ് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിനെ റീപ്ലേസ് ചെയ്യാനുള്ള, ഇതിൽ റീപ്ലേസ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമില്ല എങ്കിൽ നോ കറക്ഷൻ റിക്വയർഡ് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളതാണ്. സോ നമുക്ക് നോക്കിയാലോ ക്വസ്റ്റ്യൻ. ദിസ് ന്യൂലി അറൈസൺ എവിഡൻസ് കുഡ് ഹാവ് പ്രൂവ്ഡ് ടു ബി ദ ഫൈനൽ നെയിൽ ഇൻ ദ കോഫിൻ ഫോർ ദി അക്യൂസ്ഡ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കുഡ് ഹാവ് പ്രൂവ്ഡ് ആണ്. സോ കുഡ് ഹാവ് ബീൻ പ്രൂവ്ഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ദ ന്യൂലി അറൈസൺ എവിഡൻസ് ഹാസ് പ്രൂവ് ടു ബി ദി ഫൈനൽ നെയിൽ ഇൻ ദി കോഫിൻ ഫോർ ദി അക്യൂസ്ഡ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നത് ദി ന്യൂലി അറൈസൺ എവിഡൻസ് കുഡ് പ്രൂവ് ടു ബി ദി ഫൈനൽ നെയിൽ ഇൻ ദി കോഫിൻ ഫോർ ദി അക്യൂസ്ഡ്. എൻ്റെ ഒരെണ്ണം നോ കറക്ഷൻ ആണ്. അപ്പോൾ ഇതിലേതാണ് ആൻസർ വരുന്നത്? ഈ കുഡ് ഹാവ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണെന്ന് വിചാരിച്ചാൽ ഒരാക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ്, ആക്ഷൻ ചെയ്തു, അതിൻ്റെ റിസൾട്ടും വന്നു, അപ്പോൾ നമ്മൾ പറയുകയാണ് സോ ദിസ് കുഡ് ഹാവ് ബീൻ ഹെൽപ്ഫുൾ, അയാൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ദിസ് കുഡ് ഹാവ് ബീൻ ഹെൽപ്ഫുൾ. ആ ആക്ഷൻ നടന്നു കഴിയണം. പക്ഷേ ഈ സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എവിഡൻസ് ഇപ്പം ആണ് പൊങ്ങി വന്നത്, ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എവിഡൻസ് എന്ത് സാധ്യതയുണ്ട്? ഒരു പക്ഷേ അക്യൂസ്ഡിന് പണിഷ്മെൻറ്റ് നേടിക്കൊടുക്കാൻ മാത്രമുള്ള, ഉറപ്പായിട്ടും അക്യൂസ്ഡിന് എന്തായാലും ഒരു പണിഷ്മെൻറ്റ് നേടിക്കൊടുക്കാൻ സാധ്യതയുള്ള ഒരു എവിഡൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം വരുമ്പോൾ നമ്മളത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ന്യൂലി അറൈസൺ എവിഡൻസ് കുഡ് പ്രൂവ് ടു ബി, ഒരു പക്ഷേ ഇറ്റ് കുഡ് പ്രൂവ് ടു ബി, ഇറ്റ് ഹാസ് ദി എബിലിറ്റി, കുഡ് എന്ന് പറയുന്ന എബിലിറ്റിയാണ്, ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു ബി ദി ഫൈനൽ നെയിൽ ഇൻ ദി കോഫിൻ ഫോർ ദി അക്യൂസ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ദി എവിഡൻസ് കുഡ് പ്രൂവ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കിയാൽ ഗിവൺ ബിലോ ആർ 4 സെൻറ്റൻസസ് വിച്ച് ആർ ജംബിൾഡ്. സോ ജംബിൾഡ് ഓഫ് സെൻറ്റൻസസിനെ നമ്മൾ കറക്റ്റ് ആക്കണം. അപ്പോൾ ഈ സെൻറ്റൻസ് മുഴുവൻ നമുക്ക് വായിക്കാൻ നിൽക്കേണ്ട സമയമില്ല. കാരണം എന്ന് പറയുന്നത് ഇതിനകത്തൊരു ക്ലൂ ഉണ്ട്. ഈ ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ ക്ലൂ. ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഒന്നിക്ക് ഡിയിൽ തുടങ്ങാം അല്ലെങ്കിൽ എയിൽ തുടങ്ങാം. സോ അതായത് നമ്മൾ ഈ കിടക്കുന്ന സെൻറ്റൻസ് ഒന്നിക്ക് ഡിയിലായിരിക്കും തുടങ്ങുന്നത് അല്ലെങ്കിൽ എയിലായിരിക്കും. അപ്പോൾ എയിൽ തുടങ്ങുന്ന നമുക്കൊന്ന് വായിക്കാം. ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ ഈസ് ദാറ്റ് എവ്രി വൺ ഈസ് സോ യുണീക്ക്. ദ മാറ്റർ, ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ദ മാറ്റർ ആണ്. അപ്പോൾ ഈ ദ മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് മുമ്പ് വേറെ എന്തോ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. സോ ദർ ഷുഡ് ബി എ സെൻറ്റൻസ്, അതിന് മുമ്പ് ഒരു സെൻറ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എയിൽ മാത്രമല്ല ഡിയിലും തുടങ്ങാൻ പറ്റുമല്ലോ. ഡി നോക്കിയാലോ. ദീസ് ഡേയ്സ് മെനി ഓഫ് യു സഫർ ഫ്രം ആൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇൻ സം വേ ഓർ അതർ ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് യു ഗോ ഓൺ കമ്പയറിങ്. ഇല്ലേ, നമ്മൾ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നാണ് ഇതിനകത്ത് ഈ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇതിന് മുമ്പ് ഒരു സെൻറ്റൻസ് വരാനുള്ള സാധ്യത കാണുന്നില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഡിയിലൊന്ന് തുടങ്ങി നോക്കാം. സോ ഡി കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്? എ നമ്മൾ ഓൾറെഡി വായിച്ചു. എന്താ പറഞ്ഞത്? ദ ട്രൂത്ത് ഓഫ് ദി മാറ്റർ ഇസ് ദാറ്റ് എവ്രി വൺ ഈസ് സോ യുണീക്ക് ദാറ്റ് ഓൾ കമ്പാരിസൺ ഈസ് അട്ടർലി റോങ്. സോ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ബി യുവർ ഓൺ സെൽഫ്. സാധ്യതയുണ്ട്, ഡി എ കഴിഞ്ഞ് എ വരാനുള്ള സാധ്യതയുണ്ട്.
അത് കഴിഞ്ഞ് ഡി എ കഴിഞ്ഞ് ബി ആ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് യുവർ ഫോൾട്ട് ബിക്കോസ് യു ഹാവ് ബീൻ ബ്രോട്ട് അപ്പ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. എൻ്റെ ഫോൾട്ടല്ല. എന്താണ് ഈ എയും ബിയും തമ്മിലൊരു ബന്ധം നമുക്ക് കറക്റ്റ് ആവുന്നില്ല. അതേസമയം ഈ ഇറ്റ് ഇസ് നോട്ട് യുവർ ഫോൾട്ട് വരാൻ കൂടുതൽ സാധ്യത എന്താണ്? ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് യു ഗോ ഓൺ കമ്പയറിങ് കഴിഞ്ഞിട്ട് ബി വരുവാണെങ്കിൽ ഓക്കെ ആണ്. ഇറ്റ് ഇസ് നോട്ട് യുവർ ഫോൾട്ട് ഇല്ലേ? സി വി ഗോ ഓൺ കമ്പയറിങ്, സോ ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് because you have been brought up and educated in such a way that you are constantly comparing yourself with others. സോ ഡി കഴിഞ്ഞതിന് ശേഷം ബി ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അടുത്ത് നോക്കൂ. ഫോർ എക്സാമ്പിൾ someone or other is taller than you, more beautiful, more intelligent or more virtuous and you are always in a state of inferiority and suffering. സോ ബി കഴിഞ്ഞാൽ സി തന്നെ വരുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ സിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ബി കഴിഞ്ഞാൽ ലോജിക്കലി സി തന്നെ വരണം, നിർബന്ധമാണ്. സോ ബി കഴിഞ്ഞ് സി വരുന്ന ഈ ഓപ്ഷൻ ഡി ബി സി കറക്റ്റാണ്. ഡി കഴിഞ്ഞാൽ ബിയും വരണം, അല്ലെങ്കിൽ ഈ എ ഔട്ട് ഓഫ് ആ ഒരു സ്ട്രക്ചറിൽ ഔട്ടാണ്. അതിനുശേഷം നമുക്ക് എ ഒന്ന് ചേർത്ത് നോക്കിയാലോ. ദ ട്രൂത്ത് ഓഫ് ദി മാറ്റർ ഇസ് ദാറ്റ് എവ്രി വൺ ഇസ് സോ യുണീക്ക്. നമ്മളെ അവസാന സെൻറ്റൻസിൽ ആശ്വസിപ്പിക്കുവാണ്. എവ്രി വൺ ഇസ് സോ യുണീക്ക്, ദാറ്റ് ഓൾ കമ്പാരിസൺ ഇസ് അട്ടർലി റോങ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ബി യുവർ ഓൺ സെൽഫ്. സോ യാതൊരു തരത്തിലുള്ള കമ്പാരിസൺ ആവശ്യമില്ല. നമ്മൾ ആ സെൽഫ് വർത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് ബി യുവർ ഓൺ സെൽഫ് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ സെൻറ്റൻസ് ഏതാ വരേണ്ടത്? ഡി ബി സി എ. അപ്പോൾ ഈ സെൻറ്റൻസ് വളരെ നീളം കൂടിയതാണെങ്കിലും ഇൻഫാക്ട് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓപ്ഷൻസിനെ അവർ കാറ്റഗറൈസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പല രീതികളിൽ നമുക്ക് ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ചെയ്യാം. എപ്പോഴും ഇതുപോലെ എയിലും ഡിയിലും അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസിൽ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങണം എന്നില്ല. ഈ സെൻറ്റൻസ് അങ്ങനെ തുടങ്ങി, അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. നേരത്തെ സെൻറ്റൻസിൽ വേറെ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഓരോ ജംബിൾഡ് അപ്പ് സെൻറ്റൻസിനും ഓരോ രീതിയുണ്ട് ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. സോ അപ്രോപ്രിയേറ്റ് വേർഡ് ആണ് പറയുന്നത്. മ്യൂസിയം ഇസ് ഷോക്കേസിംഗ് ഡാഷ് എക്സിബിറ്റ് ഓഫ് ദി റൈറ്റേഴ്സ് ഏർലി വർക്ക്സ്. നമ്മുടെ ക്ലൂ ഇതാ കിടക്കുന്നത്. ഏർലി സൂചിപ്പിക്കുന്ന ഒരു വേർഡ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. റിട്രോസ്പെക്റ്റീവ്, എക്സ്ട്രോസ്പെക്റ്റീവ്, പെർസ്പെക്റ്റീവ്, ഇറക്റ്റീവ്. സോ TIVEയിൽ അവസാനിക്കുന്ന 4 വേർഡ്സ് അവർ ചൂസ് ചെയ്തു. ഇതിൽ ഒരെണ്ണം മാത്രമേ നമ്മുടെ ആൻസർ ഉള്ളൂ. ഏർലി, മുൻകാല എന്ന അർത്ഥം വരുന്നത് എന്താണ്? റിട്രോസ്പെക്റ്റീവ് ആണ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, മുൻകാല പ്രാബല്യം എന്നൊക്കെ പറയാറുണ്ട്. സോ അതായത് പിൻകാലത്ത് അയാളുടെ പഴയ കാലത്തെ വർക്കാണ് എക്സിബിഷന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് റിട്രോസ്പെക്റ്റീവ്. എന്നാൽ എക്സ്ട്രോസ്പെക്റ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്ട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്റ്റീവിൻ്റെ ഓപ്പോസിറ്റാണ്. ഇൻട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്ക് നോക്കുക. നമ്മളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, അതൊരു ഇൻട്രോസ്പെക്ഷൻ ആണ്. സെൽഫ് അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നം. ദാറ്റ് ഈസ് ഇൻട്രോസ്പെക്ഷൻ. എക്സ്ട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സിനെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു കമ്പാരിസൺ നടത്തുക, അതാണ്. ആൻഡ് ദെൻ കംസ് പെർസ്പെക്റ്റീവ്. പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, വീക്ഷണം. നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇറക്റ്റീവ് ഇസ് റിലേറ്റഡ് ടു ഇറക്ഷൻ, അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചർ ഇറക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറക്റ്റീവ്. സോ നൗ നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. 13th ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഗ്രൂപ്പ് ഓഫ് ഗിവൺ വേർഡ്സ്. സോ നമുക്കൊന്ന് സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. A notice or announcement in a public medium promoting a product, service or event or publicizing a job vacancy. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ അറിയാലോ എന്താ വരുന്നത്. ഓപ്ഷൻസ് നോക്കിയ പേയ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അമേസ്മെൻറ്റ്. സോ നമ്മുടെ ആൻസർ നമുക്കറിയാം എന്താ വരുന്നത്, അഡ്വർടൈസ്മെൻ്റ് ആണ് വരുന്നത്. Now next one, fill in the blanks with the appropriate word. The man was charged with dash after murdering the king. സോ ഇതൊക്കെ വളരെ റെഗുലർ ആയിട്ടുള്ള, വളരെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മേർഡറിങ് ദ കിങ് ആണ് നമ്മുടെ ക്ലൂ. മേർഡറിങ് ദ കിങ് എന്ന് പറയുന്നത് എന്താണ്? ഹോമിസൈഡ് ആണോ? അല്ല, റെജിസൈഡ്, ദെൻ മാട്രിസൈഡ്, ജെനസൈഡ്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? മേർഡറിങ് ദ കിങ് എന്ന് പറയുന്നത് റെജിസൈഡ് ആണ്. സോ ദ മാൻ വാസ് ചാർജ് വിത്ത് റെജിസൈഡ്. എന്താണ് അവിടെ പറഞ്ഞിട്ടുണ്ട്? മേർഡറിങ് ദ കിങ് ആണ്. അപ്പം ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമിസൈഡ് എന്ന് പറയുന്നത് മേർഡർ, one person killing another. സോ ദാറ്റ് ഈസ് സിമ്പിൾ മേർഡർ ആണ് ഹോമിസൈഡ് എന്ന് പറയുന്നത്. മാട്രിസൈഡ് എന്ന് പറയുന്നത് മദറിനെ മേർഡർ ചെയ്യുന്നത് മാട്രിസൈഡും. ജെനസൈഡ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് കൂട്ടക്കൊലയാണ് ജെനസൈഡ് എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആണ് ജെനസൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. അഗെയിൻ അപ്രോപ്രിയേറ്റ് വേർഡ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിയാലോ. എ ഡാഷ് ട്രീ ലോസസ് ഇറ്റ്സ് ലീവ്സ്
ഇൻ ഓട്ടം ആൻഡ് ഗ്രോസ് ന്യൂ വൺസ് ഇൻ സ്പ്രിംഗ്. ഇല്ലേ, ഓട്ടം സീസൺ ആകുമ്പം ട്രീസ് ലോസ് ചെയ്ത് നഷ്ടപ്പെട്ടിട്ട് സ്പ്രിംഗ് ആകുമ്പോൾ ട്രീ വരുന്നത് നമുക്കറിയാം. നമ്മൾ എന്തായാലും അത് ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്നതാണ്. സോ ദ ആൻസർ ഈസ് വാട്ട്? ഡെസിഡുവസ്. കേട്ടോ, ഡെസിഡുവസ് ആണ് ആൻസർ വരുന്നത്. DECIDUOUS. സ്പെല്ലിങ്ങും കൂടി ശ്രദ്ധിക്കുക. DECIDUOUS. അതേപോലെ ഈ UOUS വരുന്ന കുറേ വേർഡ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഡിവൈഡുവസ് എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു ഡിവൈഡ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. റെസിഡുവസ് എന്ന് പറയുന്നത് റെസിഡു ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. റെസിഡു എന്ന് പറയുന്നത് എന്താണ്? ബാക്കി വന്നത്. അല്ലേ, നമുക്ക് പൊളിറ്റിയിലൊക്കെ അറിയാം റെസിഡുവൽ പവേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ റെസിഡ്യൂ എന്താണ്? ബാക്കി വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. ആൻഡ് അസിഡുവസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇത് പഠിച്ചു വെക്കുക, അസിഡുവസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ്. അസിഡുവസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ്. അസിഡുവസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സെൻറ്റൻസ് വായിച്ചില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇൻസ്ട്രക്ഷൻ വായിച്ചില്ലെങ്കിൽ അറിയാൻ പറ്റും. നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് സെൻറ്റൻസ് ഒന്ന് നോക്കിയാലോ. I would wait for you at the metro station had I known that you would surely come. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, had I known എന്ന് പറയുന്നത് നമ്മൾ ഈഫ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് പഠിക്കുന്ന പോലെയാണ്. ഈഫ് വെച്ചിട്ടുള്ള നമ്മൾ കണ്ടീഷൻ ക്ലോസസ് 3 പഠിക്കുന്നുണ്ട്, 3 പഠിക്കുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ ക്ലോസ് എന്ന് പറയുന്നത് if I had known. അതേ രീതിയിലാണ് വരുന്നത്. if I had known എന്ന് വരുവാണെങ്കിൽ that is if you had studied well you would have passed. If you had studied well you would have passed. So that means നമുക്ക് എന്താ വരുന്നത്? you would have വരണം. സോ ഇവിടുത്തെ പ്രശ്നം ഏതാണ്? you would have കൊടുത്തിട്ടില്ല, എന്താ കൊടുത്തിരിക്കുന്നത്? I would wait ആണ്. സോ had I known എന്ന് വരണമെങ്കിൽ had I known വന്നിട്ടുണ്ടെങ്കിൽ, കണ്ടീഷൻ ക്ലോസ് had I known വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ would have കൊടുക്കണം. സോ I would have waited for you വരണം. I would have waited for you ഉണ്ട് ഓപ്ഷൻസിൽ. സോ that is the answer. I would have waited for you at the metro station had I known that you would surely come. Had I known that you would surely come. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയാലോ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ വേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫോർ ദി എക്സ്പ്രഷൻ ഗിവൺ ബിലോ. എക്സ്പ്രഷൻ നമുക്ക് നോക്കിയാലോ. എ പവർഫുൾ വേൾപൂൾ ഇൻ ദ സീ ഓർ റിവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേൾപൂൾ എന്ന് പറയുന്നത് ചുഴിയാണ് അല്ലേ, വേൾപൂൾ. സോ വേൾപൂൾ ഇൻ ദ സീ ഓർ റിവർ. സോ റിവറിലോ സീയിലോ ഒരു വേൾപൂൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പേര് പറയും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് പേരാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതിന്? ക്രൂസിഫോം, മെയിൽസ്ട്രം, അയോഡോഫോം, വാസിഫോം. അപ്പോൾ പവർഫുൾ വേൾപൂൾ ഇൻ ദ സീയെ നമ്മൾ പറയുന്നത് എന്താണ്? മെയിൽസ്ട്രം എന്നാണ് പറയുന്നത്. മെയിൽസ്ട്രം സ്പെല്ലിങ്ങും കൂടി ശ്രദ്ധിക്കുക. MEALSTROM. കേട്ടോ, ഈ ഒന്നുമില്ല, മെയിൽസ്ട്രം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ പവർഫുൾ വേൾപൂൾ ഇൻ ദ സീ. ഇനി ക്രൂസിഫോം എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് ഷേപ്പിലുള്ള എന്ത് സാധനത്തിനെയും നമ്മൾ, ക്രോസിൻ്റെ ഒരു ക്രോസ് ഷേപ്പുള്ള ഏത് സാധനത്തിനെയും നമ്മൾ എന്ത് പറയും? നമ്മൾ ക്രൂസിഫോം എന്ന് പറയും. അപ്പം ക്രോസിൻ്റെ ഷേപ്പായിട്ടുള്ള എന്ത് സാധനം കണ്ടാലും, അത് ചിലപ്പോൾ ഒരു വലിയ സോഡാകാം, വാളാകാം, അപ്പം അങ്ങനെയുള്ള എന്ത് സാധനത്തിനെയും കണ്ടു കഴിഞ്ഞാലും നമ്മളതിനെ ക്രൂസിഫോം എന്നാണ് പറയുന്നത്. അയോഡോഫോം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസ് ആണ്, ഒരു യെല്ലോ ക്രിസ്റ്റലൈൻ വോളറ്റൈൽ സബ്സ്റ്റൻസ് ആണ് അയോഡോഫോം എന്ന് പറയുന്നത്. ആൻഡ് വാസിഫോം എന്ന് പറയുന്നത് ഒരു ട്യൂബ് പോലത്തെ ഒരു ഷേപ്പുള്ള വസ്തുവിനെയാണ് നമ്മൾ വാസിഫോം എന്ന് പറയുന്നത്. ട്യൂബ് ഷേപ്പ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്, അതാണ് വാസിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവസാനിക്കുന്നത് ഈ RMൽ അവസാനിക്കുന്ന 4 വേർഡ്സ് ചൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. സെലക്ട് ദ വേർഡ് സെഗ്മെന്റ് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് റീപ്ലേസസ് ദി ബ്രാക്കറ്റഡ് വേർഡ് സെഗ്മെന്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഈ ബ്രാക്കറ്റ്സിൽ കിടക്കുന്നത് റീപ്ലേസ് ചെയ്യണം. അതിൻ്റെ കറക്റ്റ് എന്താണ്? നോ കറക്ഷൻ ആണെങ്കിൽ നോ കറക്ഷൻ കൊടുക്കുക, അല്ല അതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം. സോ എവ്രി വൺ കെയർഫുള്ളി ആൻഡ് മെത്തഡിക്കലി വെയർ ട്രൈയിങ് ടു സോൾവ് ദി പ്രോബ്ലം ഗിവൺ ബൈ ദ ബൂട്ട് ക്യാമ്പ് ഇൻസ്ട്രക്ടർ. എവ്രി വൺ കെയർഫുള്ളി ആൻഡ് മെത്തഡിക്കലി വെയർ ട്രൈയിങ്, അത് തന്നെ തെറ്റാണ്. കാരണം എവ്രി വണ്ടെ കൂടെ വെയർ നമ്മൾ ഉപയോഗിക്കില്ല. എവ്രി വൺ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് വാസ് തന്നെ ഉപയോഗിക്കണം. സോ അവിടെ എററാണ്. പിന്നെ സോ എവ്രി വൺ വെയർ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ വരില്ല. Everyone had carefully and methodically trying to solve the problem.
ഹാഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാഡ് ആണെങ്കിൽ ഹാഡ് ബീൻ വരണം. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. നോ കറക്ഷൻ റിക്വയർഡ് തെറ്റാണ്. നമുക്കറിയാം ഈ സെൻറ്റൻസ് തെറ്റാണ്. സോ എവറി വൺ വാസ് കെയർഫുള്ളി ആൻഡ് മെത്തഡിക്കലി ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലം ഗിവൺ ബൈ ദി ബൂട്ട് ക്യാമ്പ് ഇൻസ്ട്രക്ടർ. അതാണ് നമ്മുടെ ആൻസർ. പെട്ടെന്ന് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റണം കേട്ടോ. 20 ക്വസ്റ്റ്യൻസ് നമ്മൾ അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. വാട്ട് ഇസ് ദ വേർഡ്? അഗ്രസീവ്. അഗ്രസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അഗ്രഷൻ നമുക്കറിയാം ഇല്ലേ? അഗ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യവും ഭയങ്കര വാശിയും ഒക്കെ കാണിക്കുന്നതാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. സോ അഗ്രഷനുമായിട്ട് മീനിങ് വരുന്നത് ഏതാണ്? ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ മീൻസ് ആ ഒരു ദേഷ്യമുണ്ട്, ഒരാളുടെ ദേഷ്യം, ശത്രുത കാണിക്കുക, അതാണ് ഹോസ്റ്റൈൽ എന്ന് പറയുന്നത്. ഹോസ്റ്റൈൽ എൻവയൺമെൻറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, വെയ്പ്പറസ് എന്ന് പറയുന്നത് എന്താണ്? വെയ്പ്പർ ഉള്ള ഒരു അവസ്ഥയാണ് വെയ്പ്പറസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് വേപ്പർ. ഫിൽഡ് വിത്ത് വേപ്പർ ആണ്, ഒരു പുകമയം, അതാണ് വേപ്പറസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫിൽഡ് വിത്ത് വേപ്പർ. സോ ഡിസ്റ്റിങ്ക്റ്റ് അറ്റ്മോസ്ഫിയറിക് ഒക്കെ കോമൺ വേർഡ്സ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഈ ഒരു സെഷൻ, ഈ ഒരു ഷിഫ്റ്റിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ വേർഡ് മൈറ്റ് ആൻഡ് മെയിൻ. മൈറ്റ് ആൻഡ് മെയിൻ. മൈറ്റ് എന്ന് പറയുന്നത് പവറാണ്. സോ മൈറ്റ് ആൻഡ് മെയിൻ അപ്രോക്സിമേറ്റ്ലി ഓൾമോസ്റ്റ് സംവാട്ട് ടു എ സർട്ടൺ ഡിഗ്രി. അതാവാനുള്ള ഒരു സാധ്യതയുമില്ല. നോൺസെൻസ് ഓർ മീനിങ്ലെസ് സ്പീച്ച്. നോ. വിത്ത് ഓൾ എന്തൂസിയാസം, ടു കീപ് ക്വൈറ്റ്, ടു സേ നത്തിങ്. അല്ല, മൈറ്റ് എന്ന് പറയുന്നത് വിത്ത് ഓൾ പവർ എന്നാണ്. മൈറ്റ് തന്നെ നമുക്ക് ഏകദേശം അർത്ഥം ഊഹിക്കാൻ പറ്റും. സോ വിത്ത് ഓൾ എന്തൂസിയാസം, വിത്ത് ഓൾ പോസിബിൾ എഫേർട്സ്, നമുക്ക് പറ്റാവുന്ന അത്രയും എഫേർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് വിത്ത് ഓൾ മൈറ്റ് ആൻഡ് മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് IB ACIO ഇംഗ്ലീഷിൻ്റെ ഫെബ്രുവരി 18th നടന്ന ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്താ വരുന്നത്? ദ ക്വസ്റ്റ്യൻ ബിലോ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ലേബിൾഡ് സെൻറ്റൻസസ്. സോ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലോജിക്കൽ ഓർഡറിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് അത് ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വി നോ ദാറ്റ് ഡോഗ്സ് ആർ എ ഹ്യൂമൻസ് ബെസ്റ്റ് ഫ്രണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും തുടങ്ങുന്നത് പിയിലാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, പിയിലേ തുടങ്ങാൻ പറ്റുള്ളൂ. സെക്കൻഡ് സെൻറ്റൻസ്, അതായത് ഫസ്റ്റ് സെൻറ്റൻസ് വി നോ ദാറ്റ് ഡോഗ്സ് ആർ എ ഹ്യൂമൻസ് ബെസ്റ്റ് ഫ്രണ്ട്, ദേ ലവ് അസ് ആൻഡ് വി ലവ് ദം, അത് ഉറപ്പാണ്. ഇനി ലാസ്റ്റത്തെ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. സ്റ്റേബിൾ ആയിട്ടുള്ള സെൻറ്റൻസ്. ദീസ് സിമിലാരിറ്റീസ് ടുഡേ ഡെപിക്ട് ദ റിലേഷൻഷിപ്പ്. ഇപ്പോൾ സിമിലാരിറ്റീസ് ആണ് ഇതിന് തൊട്ട് മുമ്പിൽ വരേണ്ടത്. ഇപ്പോൾ സിമിലാരിറ്റിയെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. സോ വി നോ ദാറ്റ് ഡോഗ്സ് ആർ എ ഹ്യൂമൻസ് ബെസ്റ്റ് ഫ്രണ്ട്. സോ പിയിൽ തുടങ്ങണം. പി കഴിഞ്ഞിട്ട് ക്യൂ വരാം, ആർ വരാം, എസ് വരാം. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ദേ ലവേഴ്സ് ആൻഡ് വി ലവ് ദം. ഓൾദോ വൂൾസ് ആർ വൈൽഡ് ആൻഡ് ഡോഗ്സ് ആർ ടൈം. അതവിടെ പ്രശ്നമാണ്. കാരണം വൂൾസിനെ കുറിച്ച് ഒന്നും പറയാതെ പെട്ടെന്നാണ് ഓൾദോ വൂൾസ് ആർ വൈൽഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. സോ ദാറ്റ് മീൻസ് അതിന് മുമ്പ് ഒരു സെൻറ്റൻസിൽ വൂൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. അപ്പം നമുക്കത് നോക്കിയാലോ. ദേ ലവേഴ്സ് ആൻഡ് വി ലവ് ദം. മെനി സയൻറ്റിസ്റ്റ് തിങ്ക് ദേ കെയിം ഫ്രം വൂൾസ് 15,000 years ago. സാധ്യതയുണ്ട്. സോ പി കഴിഞ്ഞിട്ട് ആറ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം. ഓൾദോ വൂൾസ് ആർ വൈൽഡ് ആൻഡ് ഡോഗ്സ് ആർ ടൈം, ദേ ആർ സ്റ്റിൽ എ ലോട്ട് അലൈക്ക്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിമിലാരിറ്റിക്ക് നമ്മൾ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുവാണ്. അവർ ഡിഫറൻസ് പറഞ്ഞു, പിന്നെ അവർ സിമിലർ ആണെന്ന് പറഞ്ഞു. ഇനി സിമിലാരിറ്റി എന്താണെന്ന് പറയാനുള്ള സാധ്യതയാണ് അടുത്ത വരുന്നത്. നമ്മളിതുപോലെ കണ്ടു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂ കഴിഞ്ഞാൽ എസ് വന്നിരിക്കണം. കാരണം ബോത്ത് വാഗ് ദിയർ ടെയിൽസ് വെൻ ഹാപ്പി ആൻഡ് പുട്ട് ദിയർ ടെയിൽസ് ബിറ്റ്വീൻ ദിയർ ലെഗ്സ് വെൻ സ്കെയർഡ്. സോ ക്യൂ കഴിഞ്ഞാൽ എസ്, ക്യൂ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന എസ് ഓപ്ഷൻ വരുന്നതായിരിക്കണം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്യൂ കഴിഞ്ഞാൽ എസ് വരുന്ന ഓപ്ഷൻ ഇതാണ് ഉള്ളത്. ക്യൂ കഴിഞ്ഞാൽ എസ് വരുന്നുണ്ട്, പക്ഷേ ക്യൂവിൻ്റെ ഇടയിൽ ആറ് വരുന്നുണ്ട്. അത് നമ്മുടെ ആൻസർ ആവില്ല. എസ് ക്യൂ തിരിഞ്ഞുപോയി, അത് പറ്റില്ല. ക്യൂ കഴിഞ്ഞാൽ എസ് തന്നെ വരണം, നിർബന്ധമാണ്. കാരണം എങ്കിൽ മാത്രമേ ഈ ഒരു കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. കഴിഞ്ഞു. സോ ഇത്രയും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ്. സോ എന്താണ് വിച്ച് ഇസ് ദ ഗിവൺ വേർഡ്? പെറിഷ് ആണ്. ആൻഡ് ഓപ്ഷൻസ് ആർ ടോയിൽ, ഡെസ്പെയർ, വാക്യൂം ആൻഡ് ഡൈ. പെറിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നശിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പെറിഷ് അല്ലെ, പെറിഷബിൾ ഐറ്റംസ് എന്ന് നമ്മൾ പറയാറുണ്ട്. വെജിറ്റബിൾസ് എല്ലാം പെറിഷബിൾ ഐറ്റംസ് ആണ്, പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അധികകാലം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ പെറിഷ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ നശിക്കുക എന്നാണ്. സോ അതുമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് സിനോണിമാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഡൈ എന്നുള്ളതാണ്. വാട്ട് യു മീൻ ബൈ ടോയിൽ? ടോയിൽ എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് വർക്ക് ആണ് അല്ലേ? യു വർക്ക് ഹാർഡ്, അതാണ് ടോയിൽ എന്ന് പറയുന്നത്.
ഡെസ്പയർ എന്ന് പറയുന്നത് എന്താണ്? ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഡെസ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാക്യൂം എന്ന് പറയുന്ന വേർഡ് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക, 2 യു ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സം പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ഹാവ് ബീൻ ജംബിൾഡ് അപ്പ്. സോ ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ദ ഡുവലിസം ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെഡീവൽ സർഫ്ഡം. ഓക്കെ, മെഡീവൽ സർഫ്ഡം. ആൻഡ് ദെൻ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള അടുത്തത് മിഡിൽ ഏജസ് ആണ്. ഇതിൻ്റെ ഒരു ഓപ്ഷൻസ് നോക്കിയാൽ പിയിൽ തുടങ്ങാം, ക്യൂവിൽ തുടങ്ങാം, ആറിലും തുടങ്ങാം. അതായത് എസ് ഒഴിച്ച് ബാക്കി 3 ഓപ്ഷൻസിലും തുടങ്ങാം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അത് കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. ദ ഡുവലിസം ക്യാരക്ടറിസ്റ്റിക് ഓഫ് മിഡീവൽ സർഫ്ഡം. പിന്നെ മിഡിൽ ഏജസ് എന്ന് പറയുന്ന അവസാനം കൊടുത്തിട്ടുണ്ട്. ഇപ്പം മിഡിൽ ഏജസിന് മുമ്പിൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ മിഡിൽ ഏജസ് ഓക്കെയാണ്. അതേപോലെ ഡി ബേസ്ഡ് മിഡിൽ ഏജസ്, ഫോർമേഷൻ ഔട്ട് ഓഫ് ഡി ബേസ്ഡ് മിഡിൽ ഏജസ് കേൾക്കുമ്പോൾ നമുക്ക് ശരിയായി തോന്നും. മേ ബി ട്രേസ്ഡ് ഓൾ ത്രൂ മിഡിൽ ഏജസ് എന്ന് കേൾക്കുമ്പോൾ ശരിയായി തോന്നും. സോ മിഡിൽ ഏജസ് കിട്ടിയത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. സോ ഈ 2 ഓപ്ഷൻസ് നമുക്ക് നേരത്തെ ഒഴിവാക്കണം എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായിരിക്കണം. സോ ദാറ്റ് മീൻസ് നമുക്ക് ആ ഓപ്ഷൻസ് മുഴുവൻ വായിച്ച് നോക്കണം. സോ ദ ഡുവലിസം ക്യാരക്ടറിസ്റ്റിക് ഓഫ് medieval serfdom may be traced all through its formation out of debased freedom and rising servitude, the history of the middle ages. ഇനി ഇതിങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഇതിൽ സർഫ്ഡം എന്ന് പറയുന്നത് എന്താണ്? സ്ലേവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സർഫ്ഡം എന്ന് പറയുന്നത്. ഡീബേസ്ഡ് എന്ന് പറയുന്നത് മൊറാലിറ്റി ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് ഡീബേസ്ഡ് എന്ന് പറയുന്നത്. സോ ഈ സർഫ്ഡം ഡെവലപ്പ് ചെയ്തത് ഇറ്റ് ഷുഡ് ബി ഇറ്റ്സ് ഫോർമേഷൻ ഔട്ട് ഓഫ് ഡീബേസ്ഡ് ഫ്രീഡം ആൻഡ് റൈസിങ് സെർവിറ്റ്യൂഡ്. സെർവിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ സേവിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് സെർവിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ക്യൂ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വരേണ്ടത് 6 ക്യൂ കഴിഞ്ഞാൽ ഉടനെ 6 വരണം. ക്യൂ കഴിഞ്ഞാൽ ഉടനെ 6 വരുന്ന ഓപ്ഷൻ നമുക്ക് നോക്കിയാൽ 2 എണ്ണമേ ഉള്ളൂ. ഒന്ന് ഓപ്ഷൻ ബിയും രണ്ടാമത്തത് ഓപ്ഷൻ എയുമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 2 ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി, എയും ബിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കിയാലോ. ദ ഡുവലിസം ക്യാരക്ടറിസ്റ്റിക് ഓഫ് മിഡീവൽ സർഫ്ഡം, ഇറ്റ്സ് ഫോർമേഷൻ ഔട്ട് ഓഫ് ഡീബേസ്ഡ് ഫ്രീഡം ആൻഡ് റൈസിങ് സെർവിറ്റ്യൂഡ് may be traced all through the history of the middle ages. കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്, കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അതാണ് QRPS. ഇനി PSQR എന്ന് നമുക്ക് നോക്കിയാലോ. ദ ഡുവലിസം ക്യാരക്ടറിസ്റ്റിക് ഓഫ് മിഡീവൽ സർഫ്ഡം may be traced all through the history of its formation out of debased. ദ ഹിസ്റ്ററി ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ ഔട്ട് ഓഫ് ഡീബേസ്ഡ് എന്തോ കുഴപ്പമുണ്ട് നമുക്കറിയാമല്ലോ, സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷൻ അല്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഇതാണ് നമ്മുടെ ഓപ്ഷൻ എ. അപ്പം ഇതിന് നമ്മൾ വേറൊരു ലോജിക്കാണ് അല്ലെങ്കിൽ വേറൊരു സ്റ്റൈലാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ഒന്ന് നോക്കിയാലോ. കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ്, വൊക്കാബുലറി, വേർഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതേപോലെ തന്നെ പിന്നെ ആൻറ്റണിം, 1 വേർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വന്നത്. ഗ്രാമർ എന്ന് പറയാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിൽ 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എറർ കറക്ഷനിലെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലൈക്ക് ആക്റ്റീവ് പാസീവ് വോയിസ്, അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇത് നമുക്ക് കൂടുതലായിട്ട് SSCക്ക് കാണാറുണ്ട്. പിന്നെ ക്ലോസ് ടെസ്റ്റ് അഥവാ പാരഗ്രാഫ് കോംപ്രിഹെൻഷൻ ചോദിക്കാറുണ്ട്. അതൊന്നും തന്നെ നമ്മളിവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സാധാരണയായിട്ട് ഒരു പത്രം വായിക്കുന്ന, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ IBയുടെ എക്സാമിന് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ തന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. അടുത്ത ചോദ്യം എന്താ വരുന്നത്? Select the most appropriate 1 word for the expressions given below. എന്താണ് ആ 1 word ചോദിച്ചിരിക്കുന്നത്? ഡൺ ഒക്കറിങ് ഓർ ആക്റ്റീവ് അറ്റ് നൈറ്റ്. ഡൺ ഒക്കറിങ് ഓർ ആക്റ്റീവ് അറ്റ് നൈറ്റ് നമുക്കറിയാമല്ലോ, നൊക്ടേണൽ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ആക്റ്റീവ് അറ്റ് നൈറ്റ് ആണ്, നൊക്ടേണൽ ആണ്. പക്ഷെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക, നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത വേർഡ്സ് ആണ്. കൊത്തോൺ എന്ന് പറയുന്നത് ഈ ശരിക്കും കൊത്തോൺ അല്ലെങ്കിൽ അതിന് കൊത്തോണസ് എന്നൊക്കെ പറയാറുണ്ട്. കൊത്തോൺ അഥവാ കൊത്തോണസ് എന്ന് പറയുന്നത് ഈ പഴയ ഗ്രീക്ക് ട്രാജഡിയിൽ, സ്റ്റേജിലെ നാടകത്തിലൊക്കെ, ഏൻഷ്യൻ ഗ്രീക്കിൽ നാടകത്തിൽ അവരൊരു തരം ഒരു ചെരുപ്പ് പോലത്തെ ഒരു സാധനം വെയർ ചെയ്യാറുണ്ട്. ഒരു ബൂട്ട് പോലെ ഇരിക്കും, അത് കാലിൻ്റെ മുട്ട് വരെ അത് എത്തും. എന്നിട്ട് അതിങ്ങനെ ചെരുപ്പ് പോലെ ഇങ്ങനെ അത് വല പോലെ ഇരിക്കും. അപ്പം ബൂട്ടല്ല, ഒരു സ്ലിപ്പർ, സാൻഡിൽ പോലെ തന്നെ ഇരിക്കും, ചെരുപ്പ് പോലെ ഇരിക്കും. സാൻഡിൽസ് പോലെയാണ്, ചെരുപ്പ് പോലെ ഇരിക്കും. എന്നിട്ട് അതിങ്ങനെ വല പോലെ ഇരിക്കുന്നതാണ്. പഴയ മൂവീസിലൊക്കെ, ക്ലാസിക് മൂവീസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ അത് ഫാഷനായിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഈസ് ഇൻ കൊത്തോൺ എന്ന് പറയുന്നത്. അടുത്തത് അഡ്ജേൺമെൻറ്റ് ഒക്കെ കേട്ടിട്ടുള്ളത്. അഡ്ജേൺമെൻറ്റ് മോഷൻ, പോസ്റ്റ്പോൺ, അഡ്ജേൺ.
സോ അഡ്ജേണൽ എന്ന് പറയുന്നത് പോസ്റ്റ്പോൺമെൻ്റ് ആണ് അഡ്ജേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡയറ്റേണൽ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ്, കുറേ കാലത്തേക്ക് നിലനിൽക്കുന്നതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അതാണ് ഡയറ്റേണൽ എന്ന് പറയുന്നത്. അഥവാ ഡ്യൂറബിൾ ആണ് ഡയറ്റേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം കൂടി ഒന്ന് നോക്കാം. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. വീണ്ടും നോ എറർ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. എന്താണ്? സോ സെന്റൻസ് തന്നിട്ടുണ്ട് ഇല്ലേ, നമുക്ക് ഇനിയിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. പ്രയർ ടു ദിസ് അസൈൻമെന്റ് ഹി വർക്ക് ആസ് എൻ ഓഫീസർ ഇൻ ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. സോ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ദിസ് ഇല്ലേ. ഹി വർക്ക് എന്ന് നമ്മൾ പറയില്ല, നമ്മൾ എന്താ പറയുന്നത്, വർക്ക്സേ വരുള്ളൂ ഒന്ന്. അപ്പോൾ അതിനേക്കാളും വലിയ തെറ്റെന്ന് പറയുന്നത് വർക്ക്സ് ആണ്. എന്തായാലും ഇവിടെയാണ് എറർ എന്ന് നമുക്ക് മനസ്സിലായി. എന്താ വരുന്നത്? പ്രയർ ടു ദിസ് അസൈൻമെന്റ് ഹി വർക്ക്ഡ്, ഇതിന് മുമ്പ് പുള്ളിക്കാരൻ എന്തായിരുന്നു എന്നാണ്. സോ നമ്മൾ ഉപയോഗിക്കണം പാസ്റ്റ് ടെൻസ് ആണ്. സോ ഹി വർക്ക്ഡ് ആസ് ആൻ ഓഫീസർ ഇൻ ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. വൈൽ ഇറ്റ് ഈസ് അൺഡിനയബിൾ ദാറ്റ് ഐ ഹാവ് എൻജോയ്ഡ് ലിവിംഗ് ആസ് ഡാഷ് ഇൻ ദ സ്റ്റേറ്റ്സ്, ഐ വുഡ് ലൈക്ക് ടു റിട്ടേൺ ഹോം നൗ. സോ സ്റ്റേറ്റ്സിലായിരുന്നു, US-ലായിരുന്നു, ഇനിയിപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മറ്റു രാജ്യത്തിലേക്ക് പോയ ഒരാളാണെങ്കിൽ നമ്മൾ അയാളെ പറയുന്നത് എന്താണ്? എക്സ്പാട്രിയേറ്റ്. അപ്പോൾ സ്പെല്ലിംഗ് നോക്കുക, PATRIATE. പേട്രിയോട്ട് എന്ന് പറയുന്നത് വേറെയാണ്, അത് ദേശസ്നേഹി, ദാറ്റ്സ് ഡിഫറെൻറ്റ് സ്പെല്ലിംഗ്. പേട്രിയോട്ട്, ഇത് എക്സ്പാട്രിയേറ്റ് ആണ്, PATRIATE. അടുത്തത് ഡീപാട്രിയേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടു വിഡ്രോ ഫ്രം വൺസ് ഓൺ കൺട്രി, അവനവൻ്റെ രാജ്യത്ത് നിന്ന് വിഡ്രോ ചെയ്യുന്നതിനെയാണ് ടു ഡീപാട്രിയേറ്റ് എന്ന് പറയുന്നത്, പിൻവാങ്ങുക. റീപാട്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുക, റീപാട്രിയേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ വാട്ടേഴ്സിൽ കുറച്ച് ഫിഷർമാൻ, അയൽ രാജ്യത്തെ ഫിഷർമാൻ ചിലപ്പം ഇങ്ങോട്ട് വരാറുണ്ട്, ഇങ്ങോട്ട് അബദ്ധവശാൽ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റീപാട്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ അവരെ അങ്ങോട്ടേക്ക് തന്നെ അവരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ റീപാട്രിയേറ്റ് എന്ന് പറയുന്നത്. ഇനി പാട്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാട്രിയേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിലുണ്ടായ ഒരു രാജ്യം പിന്നീട് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും സ്വന്തമായിട്ട് പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനെയാണ് നമ്മൾ പാട്രിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പാട്രിയേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. 4 words ആർ ഗിവൺ. സോ 1 word സ്പെല്ലിംഗ് കറക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ചൂസ് ദി വേർഡ് വിത്ത് ദി കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 4ഉം ഒരേ സ്പെല്ലിംഗ് തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കിയാലോ എന്താ വരുന്നത്? എക്സാസർബേറ്റ് വരണം. എക്സാസർബേറ്റ് വരുന്ന സ്പെല്ലിംഗ് ഏതാണ്? EXACERBATE. എക്സാസർബേറ്റ് എന്നാണ് വരുന്നത്. സോ എക്സാസർബേറ്റ് എന്ന് പറയുന്നത് വഷളാക്കുക. ഓൾറെഡി അത് ബാഡാണ്. ആ ബാഡായിട്ട് ഉള്ള സാധനത്തിന് നമ്മൾ വേഴ്സ് ആക്കുന്നതിനെയാണ് നമ്മൾ എക്സാസർബേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻഡ് സെഗ്മെന്റ്. സോ ഇംപ്രൂവ്മെന്റ് വേണമെങ്കിൽ ഇംപ്രൂവ്മെന്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് കൊടുക്കുക. ഇഫ് യു വാണ്ട് ടു ഗ്രോ യു മസ്റ്റ് അപ്ലൈ ഇൻ വാട്ട് എവർ യു ഡു. നിങ്ങൾക്ക് വളരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. പക്ഷേ ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? യു മസ്റ്റ് അപ്ലൈ ഇൻ എന്നല്ല നമ്മൾ പറയുന്നത്, പകരം എന്താണ് പറയുന്നത്? യു മസ്റ്റ് അപ്ലൈ യുവർ സെൽഫ് ടു എന്നാണ് പറയുന്നത്. യു ഷുഡ് അപ്ലൈഡ് ഇൻ എന്ന് പറയില്ല. ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ്? യു മസ്റ്റ് അപ്ലൈ യുവർ സെൽഫ് ടു മീൻസ് നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ വളരുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന് നമ്മുടെ യൂസേജ് എങ്ങനെയാണ്? യു മസ്റ്റ് അപ്ലൈ യുവർ സെൽഫ് ടു എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് സിനോണിം ടു ദ വേർഡ് ഗിവൺ ബിലോ. വാൻഡലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വാൻഡലൈസ് എന്ന് പറയുന്നത്. പൊതു സ്വത്ത് അതിനെ നശിപ്പിക്കുന്നതിന് വാൻഡലൈസ് എന്ന് പറയുന്നത്. സോ VANDA വാൻഡലൈസ്. ഓക്കെ, സോ ആ മീനിങ് വരുന്നത് ഏതാണ്? ഡെസിക്രേറ്റ് എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഡെസിക്രേറ്റ് ഉപയോഗിക്കുന്നത്. അതേസമയം അസേർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉറപ്പാക്കുക. അസേർട്ടൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുക. കമമറേറ്റിൻ്റെ സ്പെല്ലിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക. എത്ര M ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 2 M ആണ്, COMM. ഓക്കെ, സോ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. മെമറേറ്റ്, സോ മെമറേറ്റ് ആൻഡ് ദെൻ COM, കമമറേറ്റ്, അങ്ങനെയാണ് സ്പെല്ലിംഗ് വരുന്നത്. സോ ഈ 2 M ആദ്യമേ വരുന്നുള്ളൂ, പിന്നെ ഒറ്റ M ഉള്ളൂ. സോ കമമറേറ്റ് എന്ന് പറഞ്ഞാൽ അനുസ്മരിക്കുക, അതാണ് കമമറേറ്റ് വരുന്നത്. വെനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനത്തോടെ ഒരാളെ നമ്മൾ നോക്കിക്കാണുന്നതിനെയാണ് വെനറേറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്?
ബിഹേവ് വിത്ത് റെസ്പെക്റ്റ് അല്ലെങ്കിൽ റിഗാർഡ് വിത്ത് റെസ്പെക്റ്റ്, അതാണ് വെനറേറ്റ് എന്ന് പറയുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സെലക്ട് ദ വേർഡ് ദാറ്റ് ഇസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ആൻറ്റണിം ടു ദ വേർഡ് ഗിവൺ ബിലോ. സോ ദാറ്റ് മീൻസ് ആൻറ്റണിമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മാറിപ്പോരുത്. അവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേർട്ട് ഡേഞ്ചർ, അവേർട്ട് റിസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം വരുന്നത്, അവേർട്ട്. സോ അവേർട്ട് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് വരണം, ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ഒഴിവാക്കുകയല്ല, അസിസ്റ്റ് ചെയ്യുക, അല്ലേ? നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. സോ അതാണ് അസിസ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ആൻറ്റണിമാണ്. അതേസമയം അവേർട്ടും ത്വാട്ടും എന്ന് പറയുന്നത് ഒരേ അർത്ഥമാണ്. ത്വാട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരാൾ എന്തെങ്കിലുമൊക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട്, അയാളുടെ പ്ലാൻ നമ്മൾ ത്വാട്ട് ചെയ്യുക, അയാളുടെ പ്ലാൻ നമ്മൾ അട്ടിമറിക്കുക, അതാണ് കറക്റ്റായിട്ട് അർത്ഥം വരുന്നത്. സോ ഏകദേശം ഒരേ അർത്ഥമാണ് അവേർട്ട് ആൻഡ് ത്വാട്ട്. എല്യൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് ചെയ്യുക. എല്യൂഡ് ചെയ്യുക മീൻസ് എസ്കേപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് എല്യൂഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്യൂസീവ്, സംതിങ് ഈസ് എല്യൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ആ സാധനം കിട്ടുന്നില്ല. സോ ദാറ്റ് മീൻസ് അതിനെ നമ്മൾ പറയുന്നത് എല്യൂസീവ് എന്നാണ്. അത് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് ഒഴിവായിക്കൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് എല്യൂസീവ് എന്ന് പറയുന്നത്. കോമ്പൻസേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കാം. അടുത്തത് എന്താണ്? എറർ കറക്ഷൻ ആണ് വരുന്നത്. സോ എറർ കറക്ഷൻ ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ദ നമ്പർ ഓഫ് പീപ്പിൾ ഓൺ ദ പ്ലാനറ്റ് സ്റ്റിൽ പോസസ് to a significant challenge for the countries struggling to provide a basic standard of living for everyone. The number of people on the planet still poses to a significant challenge. So ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? still poses to a significant challenge. So still poses, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? The number of people on the planet still poses a significant challenge. ഈ 2 നമുക്ക് അവിടെ ആവശ്യമില്ല. It still poses a significant challenge. ആൾക്കാരുടെ എണ്ണം അത് പിന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ചാണ്. കൺട്രീസ് സ്ട്രഗ്ലിംഗ് ടു പ്രൊവൈഡ് എ ബേസിക് സ്റ്റാൻഡേർഡ്സ്. ആൾക്കാർ കൂടുമ്പോൾ നമുക്ക് ബേസിക് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഇറ്റ് സ്റ്റിൽ പോസസ്. സോ പോസസ് ഇസ് കറക്റ്റ്. പോസസ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് പീപ്പിൾ നമ്മൾ സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ വേർബ് പോസസ് ആയിരിക്കണം. ദാറ്റ്സ് കറക്റ്റ്. ബട്ട് പോസസ് 2a എന്ന് നമ്മൾ പറയില്ല. ഇറ്റ് പോസസ് എ ചലഞ്ച് എന്ന് മാത്രമാണ് പറയുന്നത്. സെൻറ്റൻസ് കുറച്ച് നീളം കൂടിപ്പോയത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ സംശയം വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ഒക്കെ ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇതിൻ്റെ എറർ കണ്ടുപിടിക്കാനായിട്ട്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സം പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് മേ ഹാവ് എറേഴ്സ്. സോ എറർ ഉണ്ടെന്നാണ് പറയുന്നത്. ആഫ്റ്റർ എ സ്റ്റേ ഓഫ് സെവറൽ ഇയേഴ്സ് എബ്രോഡ് ഹി ഹാസ് റിട്ടേൺഡ് ബാക്ക് ടു ഡൽഹി. സോ ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. റിട്ടേൺഡ് ബാക്ക് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഹി ഹാസ് റിട്ടേൺഡ് എന്നേ വരുള്ളൂ. സോ ദാറ്റ് ഇസ് ദി ആൻസർ കേട്ടോ. ഹി ഹാസ് റിട്ടേൺഡ് ബാക്ക് ഒന്നുമില്ല. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തന്നെ യു ബാക്ക്. നെക്സ്റ്റ്, അഗെയിൻ ഇഫ് ദ സെൻറ്റൻസ് ഹാസ് നോ എറർ. ഇനി നോ എറർ സെൻറ്റൻസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റൻസ് തന്നിട്ടില്ല. ഐ ലൈക്ക് ടു ട്യൂൺ ഇൻ ടു ദി ലൈവ് സെഷൻസ് ഓഫ് പോപ്പുലർ ചെസ് സ്ട്രീംസ് എവറി വൺസ് ഇൻ എ വൈൽ. പക്ഷേ സെൻറ്റൻസ് നമുക്ക് വായിച്ചു നോക്കി അറിയാൻ പറ്റും, ആ ഓർഡറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് മാത്രമല്ല ഇവിടുത്തെ ഒരു ബേസിക് എറർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, ട്യൂൺ ഇൻ ടു എന്ന് കേൾക്കാറുണ്ട്. പലപ്പോഴും റേഡിയോയിലൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ട്യൂൺ ഇൻ ടു. പക്ഷേ ഈ ട്യൂൺ ഇൻ ടുവിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ട്യൂൺ ഇൻ ടു എന്നുള്ളത് ഒരുമിച്ചല്ല എഴുതുന്നത്. ട്യൂൺ ഇൻ അത് കഴിഞ്ഞതിന് ശേഷം ടു അടുത്ത വേർഡാണ്. സോ ഇൻ ടു എന്ന് പറയുന്നത് ഒരു വേർഡല്ല. ട്യൂൺ ഇൻ വേറെ, ട്യൂൺ ഇൻ ആൻഡ് ദെൻ കംസ് ടു. അതാണ് അതിൻ്റെ എറർ. അപ്പം ഇത് നമുക്ക് കണ്ട് ശീലമില്ല എങ്കിൽ, കറക്റ്റായിട്ടുള്ള ആ ഒരു കറക്റ്റ് ഇംഗ്ലീഷ് നമുക്ക് കണ്ട് ശീലമില്ല എങ്കിൽ നമുക്കിതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. അടുത്ത നമുക്ക് നോക്കിയാലോ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റണിം ഓഫ് ദ ഗിവൺ വേർഡ്. വേർഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഡൈലേറ്ററി എന്നാണ് വേർഡ്. ഡൈലേറ്ററി എന്ന് പറഞ്ഞ വേർഡിൻ്റെ ആൻറ്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. അൺഹറീഡ്, പ്രോംപ്റ്റ്, പോസ്റ്റ്പോണിങ്, ഐഡിൽ. സോ ഡൈലേറ്ററി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡിലേ ചെയ്യുക എന്നുള്ളതാണ്. ഡൈലേറ്ററി മീൻസ് ഡിലേ. ഇപ്പം ചിലപ്പോൾ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അതല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേച്ചേഴ്സിൽ പാർലമെൻറ്റിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡൈലേറ്ററി പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, ഡൈലേറ്ററി മോഷൻസ് ഉണ്ടാകും. അതായത് ഒരു സാധനത്തിന് ഡിലേ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈലേറ്ററി എന്ന് പറയുന്നത്. സോ ഡിലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം? പെട്ടെന്ന്, പ്രോംപ്റ്റ്. സോ അതിൻ്റെ ആൻസർ വരുന്നത് പ്രോംപ്റ്റ് ആണ്. അൺഹറീഡ് എന്ന് പറയുന്നത് തിരക്കില്ല, അപ്പോൾ ഡിലേ ആണ് അല്ലേ? പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിലേ ആണ്. ഐഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല, വെറുതെ ഇരിക്കുവാണ്. സോ ആൻസർ എന്താ വരുന്നത്? പ്രോംപ്റ്റ് ആണ്. കാരണം ആൻറ്റണിമാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്നുള്ളത് അർത്ഥം വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ 15th ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദി സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അഗെയിൻ ഗ്രാമാറ്റിക്കൽ എറർ ആണ്. ഈ 5 വാസ് ഇൻ ഹിസ് ഷൂസ് അല്ലേ? നമ്മൾ അങ്ങനെ പറയും 5 വാസ് ഇൻ ഹിസ് ഷൂസ് എന്നുള്ളത്.
ഞാൻ അവനായിരുന്നെങ്കിൽ എന്നാണ് ഐ വാസ് ഇൻ ഹിസ് ഷൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ. അപ്പം നമ്മൾ എന്താ പറയുന്നത്? അവൻ്റെ സ്ഥാനത്തല്ലല്ലോ. അങ്ങനെയുള്ള ഇമാജിനറി കണ്ടീഷൻസിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇഫ് ഐ വെയർ ഇൻ ഹിസ് ഷൂസ് ഐ വുഡ് നോട്ട് ഹാവ് ഹെസിറ്റേറ്റഡ് ടു ടേക്ക് അപ്പ് ദി ഓഫർ. അത്രയും വായിക്കേണ്ട ആവശ്യമില്ല. നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ഈ സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 16th ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹേസ്റ്റ് മേക്സ് വേസ്റ്റ്. സോ ദാറ്റ് മീൻസ് അത് അപ്രോപ്രിയേറ്റ് മീനിങ് ആണ്. എന്താണ്? ഇഡിയമാണ്. ഇഡിയമിൻ്റെ ഹേസ്റ്റ് മേക്സ് വേസ്റ്റ്. ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരക്ക്. അപ്പോൾ തിരക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ചെയ്യുന്ന കാര്യം വേസ്റ്റ് ആയി പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഷുഡ് ഓട്ട് ടു ബി അഡ്വൈസബിൾ ടു ആംഗ്രി ആൻഡ് ഓവർകം ബൈ ഇമോഷൻസ് ഡൂയിങ് തിങ്സ് ക്വിക്ക്ലി റിസൾട്ടിങ് ഇൻ എ പുവർ എൻഡിങ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ തിങ്ക് ലൈക്ക് ഈച്ച് അതർ. പരസ്പര ബന്ധമൊന്നുമില്ല ഓപ്ഷൻസിൽ അല്ലേ? പക്ഷേ ആൻസർ എന്താ വരുന്നത്? ഡൂയിങ് തിങ്സ് ക്വിക്ക്ലി റിസൾട്ട് ഇൻ എ പുവർ എൻഡിങ്. പെട്ടെന്ന് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുവർ എൻഡിങ്ങിലായിരിക്കും അവസാനിക്കുന്നത്. ഇനി അടുത്ത നോക്കിയാലോ, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ വേർഡ്. എന്താ അപ്രോപ്രിയേറ്റ് വൺ വേർഡ്? സെൽഫ് പിറ്റിയിങ്ലി ഓർ ടിയർഫുള്ളി സെൻറ്റിമെൻറ്റൽ. ഇല്ലേ? ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഓർത്ത് സഹതാപം, സെൽഫ് പിറ്റി. പിന്നെ ഭയങ്കര സെൻറ്റിമെൻറ്റൽ ആയിട്ട് നമ്മൾ എന്താണ് കണ്ണു നോക്കി അങ്ങനെ വെള്ളം വരുവാണ്, അതാണ് സെൻറ്റിമെൻറ്റൽ ആവുക. അപ്പോൾ അതിന് ആൻസർ എന്താ വരുന്നത്? സിസ്പ്ലാറ്റിൻ, മോഡലിൻ, കോഡ്ലിൻ, മൈലിൻ. ഇങ്ങനെയുള്ള ഇതെല്ലാം ഇതുപോലെ INൽ അവസാനിക്കുന്ന ഒരു റൈം സ്കീമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ആൻസർ ഇത് അത്ര വലിയ കോമൺ ആയിട്ടുള്ള ഒരു വേർഡും അല്ല. ആൻസർ വരുന്നത് മോഡലിൻ ആണ്. മോഡലിൻ ഒരു അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നാമവിശേഷണം അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മോഡലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റൽ ആവുക എന്നാണ് അർത്ഥം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഈ കള്ളു കുടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങും. പിന്നെ ഞാൻ അത് ചെയ്തു കരയാൻ തുടങ്ങും. അത് ശരിക്കും ഒരു മോഡലിൻ അവസ്ഥയാണ്. അതാണ് ശരിക്കും മോഡലിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില മൂവി അട്ടർലി നമ്മളെ അങ്ങ് കരയിപ്പിച്ച് കളയും. അതൊരു മോഡലിൻ മൂവി എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മോഡലിൻ ടേൺ ഇൻറ്റു ആ ഒരു സ്റ്റേജ് എത്തും, മോഡലിൻ സ്റ്റേജിലെത്തും. പിന്നെ കരച്ചിലായി ബഹളമായി ആകെ പ്രശ്നമായി. അതാണ് നമ്മൾ മോഡലിൻ പറയുന്നത്. സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന ഒരു കീമോതെറാപ്പി ഡ്രഗാണ്. എനിക്ക് തോന്നുന്നു ഈ IN വരാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് വേർഡ്സ് കണ്ടുപിടിച്ചതാണ്. അതൊരു കീമോതെറാപ്പി ഡ്രഗാണ്. കോഡ്ലിൻ അഥവാ കോഡ്ലിംഗ് എന്നും പറയാറുണ്ട്. കോഡ്ലിൻ ആൻഡ് കോഡ്ലിംഗ് എന്ന് പറയുന്നത് പഴുക്കാത്ത ആപ്പിളിനെയാണ് കോഡ്ലിംഗ് എന്ന് പറയുന്നത്. അൺറൈപ്പ് ആയിട്ടുള്ള ആപ്പിളിനെയാണ് കോഡ്ലിംഗ് എന്ന് പറയുന്നത്. മൈലിൻ എന്ന് പറയുന്നത് അറിയുന്നുണ്ടാവും ചിലപ്പം, നെർവ്സിനെ കവർ ചെയ്യുന്ന ഒരു കവറിങ്, അതിനെയാണ് നമ്മൾ മൈലിൻ എന്ന് പറയുന്നത്. നെർവ്സിനെ കവർ ചെയ്യുന്നത്, നെർവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വേർഡാണ്, ബയോളജിക്കൽ ടേമാണ് മൈലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ വരുന്നത്? ഗിവൺ ബിലോ ആർ 4 പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. സോ ദാറ്റ് മീൻസ് നമുക്ക് വീണ്ടും നോക്കാനുള്ളത് എന്താണ്? ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. അപ്പം സെൻറ്റൻസിൽ നമുക്ക് സെൻറ്റൻസ് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ ബി അല്ലെങ്കിൽ ഡിയിലാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. സോ ദാറ്റ് മീൻസ് അത് നമുക്ക് ആദ്യം നോക്കാം. ബി എന്താണ്? ദ എംപ്ലോയീസ് ഓഫ് ദി MNCs വെയർ ഓൺ ടെൻറ്റർ ഹുക്സ് ഓൾ ഡേ. ഇല്ലേ? എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. അത് ബിയിൽ തുടങ്ങുന്നത്. ആൻഡ് ഡിയിൽ തുടങ്ങുന്നത് എന്താണ്? ഹാവിങ് ഹേർഡ് റൂമേഴ്സ് ഓഫ് മാസ് ട്രാൻസ്ഫർ. സോ മാസ് ട്രാൻസ്ഫർ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം MNCയിലുള്ളവർ ടെൻറ്റർ ഹുക്സിലാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ സ്റ്റോറിയാണ് നമുക്ക് മനസ്സിലായി. സോ ബിയിലും ഡിയിലും തുടങ്ങുന്നതാണ്. പക്ഷേ ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആണെന്ന് മനസ്സിലാകും. അപ്പോൾ സംഗതി എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് വായിച്ച് നോക്കണം. കാരണം ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് കണക്ഷൻ കിട്ടും. അപ്പോൾ ഇതിന് ഒരു ഗ്രാമാറ്റിക്കലി കറക്റ്റ് സ്റ്റോറി കിട്ടണമെങ്കിൽ നമുക്കിത് വായിച്ച് നോക്കണം. ദാറ്റ് ദേ ഗോട്ട് ഫ്രം ഗ്രേപ്പ് വൈൻ. The employees of the MNC were on tenterhooks all day and their nervousness could be seen on their faces having heard rumors of mass transfer. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ സെൻറ്റൻസ് പാർട്ടിസിപ്പിൾ ഇതിൽ ഇങ്ങനെ തുടങ്ങാനാണ് സാധ്യത കൂടുതൽ വരുന്നത്. ഹാവിങ് ഹേർഡ് റൂമേഴ്സ് ഓഫ് മാസ് ട്രാൻസ്ഫേഴ്സ് ഉണ്ടാകും എന്നുള്ളത് കേട്ടിട്ട്. എങ്ങനെയാണ് കേട്ടത്? ദാറ്റ് ദേ ഗോട്ട് ഫ്രം ദി ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് ഗോസിപ്പാണ്. സോ ഹാവിങ് ഹേർഡ് റൂമേഴ്സ് ഓഫ് മാസ് ട്രാൻസ്ഫേഴ്സ് ദാറ്റ് ദേ ഗോട്ട് ഫ്രം ദി ഗ്രേപ്പ് വൈൻ. ദ എംപ്ലോയീസ് ഓഫ് ദി MNC വെയർ ഓൺ ടെൻറ്റർഹുക്സ് ഓൾ ഡേ ആൻഡ് ദിയർ നെർവസ്നെസ് കുഡ് ബി സീൻ ഓൺ ദിയർ ഫേസസ്. അപ്പോൾ ആ രീതിയിൽ വേണം അതിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ലോജിക് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് തോന്നും. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ ഈ ഹാവിങ് ഹേർഡ് വരുന്നത് നമ്മൾ സാധാരണയായിട്ട് ആദ്യമായിട്ടാണ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്?
DABC, having heard rumors of mass transfers that they got from the grapevine. എന്തായാലും B കഴിഞ്ഞാൽ C വരണം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. The employees of the MNCs were on tenterhooks all day and their nervousness could be seen on their faces. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ B കഴിഞ്ഞാൽ C വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ, എയും സിയുമാണ്. അതിൽ അനുയോജ്യമായിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചൊന്ന് പരിശ്രമിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്ത 19 and 20 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഇവിടെ നോക്കാം, നമുക്ക് 19th ക്വസ്റ്റ്യൻ നോക്കാം. 4 words are given, out of which only 1 word is spelled correctly. So spelled correctly ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Fallacious ആണ്. ഫെലേഷ്യസിൻ്റെ സ്പെല്ലിംഗ് FALLACIOUS. ഫെലേഷ്യസ് എന്ന് പറയുന്ന വേർഡ് വരുന്നത് ഫാലസി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഫാലസി മീൻസ് സംതിങ് ഫോൾസ് എന്നുള്ള അർത്ഥത്തിൽ. ഫെലേഷ്യസ്, ഫാലസി എന്ന് പറയുന്നത് ഫോൾസ്, മിസ്റ്റേക്കൺ ബിലീഫ്, തെറ്റിദ്ധാരണ, അതാണ് ഫെലേഷ്യസ് എന്ന് പറയുന്നത്. സോ സ്പെല്ലിംഗ് നോക്കുക, FALLA, ഫല്ല, FALLA, പിന്നെ CIOUS, that is fallacious. അടുത്ത 20th ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 20th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? that is the last question. Select the most appropriate option. Substitution ആണ് പറഞ്ഞത്. I requested the audience to refrain from speaking during the show. അപ്പോൾ ഷോ സമയത്ത് സംസാരിക്കരുത് എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസ്. ടു റിഫ്രെയിൻ ഫ്രം സ്പീക്കിംഗ്, അങ്ങനെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. യു റിഫ്രെയിൻ ഫ്രം സ്പീക്കിംഗ്, റിഫ്രെയിൻ ഫ്രം ആൻഡ് ദെൻ യൂസ് ചെയ്യുന്നത് ING ഫോം തന്നെയാണ്. റിഫ്രെയിൻ ഫ്രം എന്ന് പറയുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊപ്പസിഷൻ. സോ എല്ലാം ശരിയാണ്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എന്താ വരുന്നത്? നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് 2021. അപ്പോൾ ഇതിലെല്ലാം കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പത്രം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. കാരണം അതുപോലെയുള്ള വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഗ്രാമറിൽ നിന്നും ഒരുപാട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. സ്ഥിരമായി കാണുന്ന ചില ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചോ ആക്റ്റീവ് പാസീവ് വോയിസ്, അത് കുറച്ച് സ്പെഷ്യലൈസേഷൻ ആവശ്യമാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല 2021. എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കില്ല എന്നൊന്നുമില്ല. പക്ഷേ ജനറലി പത്രം വായിക്കുന്ന ഒരാൾക്ക് പറ്റാവുന്ന രീതിയിൽ ഉള്ള ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻസിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കുക, അത് തുടർന്ന് തന്നെ വായിക്കുക, കണ്ടിന്യൂ ചെയ്യുക, പ്രോസസ്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യുക, അത് നിർത്തണ്ട. IB സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആ ഒരു സ്ട്രാറ്റജി നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യണം. പിന്നെ പത്രം വായിക്കുന്നത് കൊണ്ട് കറണ്ട് അഫയേഴ്സിലും ഒരു എഡ്ജ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. IBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ. താങ്ക് യു. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്